എന്ത് തല്ലിപ്പൊളി ഫോണാ കൊണ്ട് തന്നിട്ടുണ്ട്. താൻ ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് അതേ മോഡൽ തന്നെയല്ലേ? ഇതെന്താ അത് താൻ പറയുമ്പോഴേക്ക് എടുത്തോണ്ട് തരാനായിട്ട്? തന്റെ അമ്മാവന്റെ വണ്ടിയൊന്നുമല്ല. അല്ല പിന്നെ ശരി ശരി ശരി, ഞാൻ വിളിക്കാം. ഒരു മിനിറ്റ് നടന്നേ. നീ ഇപ്പൊ എന്താ ഒളിപ്പിച്ചേ? ഞാൻ ഒളിപ്പിച്ചില്ലല്ലോ. ഞാൻ കണ്ടു നീ എന്തോ ഒളിപ്പിക്കണേ. ഞാൻ കണ്ടു. എനിക്ക് തോന്നിയതാ, ഞാൻ ഒളിപ്പിച്ചിട്ടില്ല. പൊന്നു മോളെ, ഉടായ്പ് കാണിക്കല്ലേ. നീ ഇപ്പൊ എന്താ ഒളിപ്പിച്ചത് മര്യാദക്ക് പറഞ്ഞോ. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഞാനൊന്നും ഒളിപ്പിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? സത്യം പറ, നീ ഒളിപ്പിക്കണേ ഞാൻ കണ്ണോണ്ട് കണ്ടതാ. നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. മൊട്ടയില ആണി അടിക്കാൻ നിക്കല്ലേ. ഞാൻ മൊട്ടയിലല്ല, ചിലപ്പോ മുട്ടയും കൊണ്ട് ഓംപ്ലേറ്റ് കുടിക്കും. നിനക്ക് എന്താടി? ആഹാ, വല്ല അടുത്ത ഉടായ്പ വല്ല ആണെങ്കിൽ ഉണ്ടല്ലോ. ആണെങ്കിൽ ഞാൻ നിനക്ക് നല്ല പണി തരും. അയ്യ, പണി തരാൻ ഞാൻ നിന്ന് തരാം. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അടുത്ത പട്ടാളത്തിന് പോലീസിന് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എപ്പോഴും കച്ചറയാണല്ലോ. എന്റെ അടുത്തല്ല, ഇവളുടെ അടുത്ത് നോക്കിയല്ലോ. അയ്യടാ, നീ അല്ലടി എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ട്. നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കി. എങ്ങോട്ട്? മുറ്റത്തോട്ട്. എന്താ അവിടെ? ഇത്രയും നല്ലൊരു പ്രഭാതം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ നശിപ്പിക്കാൻ തോന്നുന്നേ? ഈ ഉച്ചയിൽ വെയിലടിക്കണാണോ നിന്റെ നല്ലൊരു പ്രഭാതം? നല്ലൊരു ദിവസം നശിപ്പിക്കണ്ടെന്നാണ് ഉദ്ദേശിച്ചുള്ളൂ. എന്റെ പൊന്നു ചെയ്യേ, പോത്തിന്റെ ചെവിയിൽ വേദം ഊതിട്ട് കാര്യമൊന്നുമില്ല. അവൾക്ക് എന്ത് പറയാൻ മനസ്സിലാൻ പോണില്ല. ഓരോടി നിന്റെ പോത്ത്. നീ സമാധാനായി രണ്ടുപേർക്കും? എന്തോന്നത് പുളിവെള്ള? എന്റെ ഹെയർ കളറാ. ഹെയർ കളർ ആയിരുന്നു. ഇവിടെ നോക്കിയേ, അതിനുള്ള പൈസ മര്യാദക്ക് അവൾക്ക് കൊടുക്കാൻ നോക്കോ. കുറച്ച് വില കൂടിയ സാധനമാണ് കേട്ടല്ലോ. കുത്തിന് പിടിച്ചാലും ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചോ. ഇനിയിപ്പൊ അത് പറഞ്ഞ് രണ്ടാളും വഴക്കുണ്ടാക്കണ്ട. അതിന് വലിയ പൈസ ഒന്നുമില്ല. ഇവൾക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ ലച്ചു പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ കാണിക്കണത്? സോറി. ഇത് നോക്ക്, രണ്ടാളകത്ത് പോവാൻ നോക്ക്. ഞാൻ തുടച്ചു. അവള് തട്ടിയിട്ട സാധനം അവള് തുടയ്ക്കും. അതെ. ഹലോ, എന്താണ് അവൾക്ക് പ്രശ്നമില്ല. പ്രശ്നം പപ്പന്റെ സ്വഭാവം അറിയാല. പുതിയതായിട്ട് പെയിന്റ് അടിച്ച മകളാണത്. മര്യാദക്ക് തുടച്ചിട്ടോ, അല്ലെ ചുരുട്ടി കൂടി നീ സൈഡിലുണ്ടോ? എനിക്കറിയാം തുടക്കാൻ. നിനക്ക് എവിടെ നീ ചൊറിഞ്ഞിക്കേ? എനിക്കറിയാം തുടക്കാൻ. മനസ്സിലായോ? ശുപാർശയുടെ കാര്യം എന്തോ തുടക്കാൻ എന്താ പ്രശ്നം? തുടക്കണം. അല്ല പിന്നെ നീ ഓടി. നീ വാടി. നിനക്ക് എന്താ എപ്പോഴും അവളുടെ അടുത്ത് ഇങ്ങനെ പ്രശ്നം? എന്തെപ്പോഴും വന്ന കാലം തൊട്ട് തന്നെ ചൊറിയാൻ നിൽക്കുവാണ്. നിന്നെ സപ്പോർട്ട് ചെയ്യാന്നിരിക്കും. നിനക്ക് ഇത്ര പാട്. അതൊക്കെ പോട്ടെ. അവിടെ വന്നപ്പോ നീ എന്തോ ഒളിപ്പിച്ചു? അത് ഞാൻ കാണിച്ച നീ കളിയാക്കൂ. ഇതെന്താ തീപ്പെട്ടി കൂടാ? ഇതാ നിന്റെ അടുത്തൊന്നും പറയാത്ത. എനിക്ക് കമ്പനി തന്നു, ഞാൻ എന്ത് ചെയ്യാനാ? ഇതെന്തെങ്കിലും കൊള്ളാവോ? ആരങ്ങോട്ട് നിനക്ക് എന്താണ്? അതെ, മരക്ക് തുടക്കാൻ നോക്കത്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കോ ലച്ചു? ഇത് നിന്റെ അല്ലേ? വേണ്ട, പൊട്ടിയ സാധനം നീ എന്നെ എടുത്തോ. എനിക്ക് ഇതും വേണ്ടേ? ഒന്നും വേണ്ട. കണ്ട കയ്യിൽ ബ്ലാക്ക് ആയല്ല. സൗകര്യമുള്ള സ്ഥലം ഉണ്ടായിട്ടും ഒരു സോൾജറായി താനെ എക്സസൈസ് ചെയ്യാത്ത ഭയങ്കര മോശം. എൻ്റെ പൊന്ന് സാറേ, ഞാനങ്ങ് പൂജ്യയിലായിരിക്കുന്ന സമയത്ത് ആയ കാലത്ത് എല്ലാ മലയും കുന്നുകളും കയറി ഇറങ്ങി ഒരു ആയുസിന് വേണ്ട മൊത്തം എക്സസൈസ് ഞാൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എടോ, യൗവനം കീപ്പ് ചെയ്യാനേ എക്സസൈസ് മസ്റ്റാ. എൻ്റെ പൊന്ന് സാറേ, യൗവനം കീപ്പ് ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നു. എങ്ങനെ എക്സസൈസ് ചെയ്യാതെ യൗവനം കാത്തു സൂക്ഷിക്കാം. കഴിഞ്ഞ ലീവിന് വന്നപ്പോഴും താന് തന്നെ പറഞ്ഞു എന്നെ തള്ളാടോ. സാബ് തള്ളിനായിയ സച്ച് ഹേ സാബ്. ഒരു കാര്യം അറിയോ,
എന്ത്? മസ്ക് വരെയപ്പോ എന്നെ കണ്ട് പേടിച്ചിരിക്കണം, അറിയോ? ഏത് മസ്ക്? എലോൺ മസ്ക്. ഏത് മസ്ക്? എലോൺ മസ്കിനെ അറിയില്ല? അയാൾക്ക് എങ്ങാനും തന്നെ അറിയോളൂ. അറിയാവുന്ന ഇപ്പോഴേ ഹവിൽദാർ പപ്പനെന്ന് കേട്ടാ നടുങ്ങും. എന്താണോ അതല്ല, വേറൊരു കാര്യം അറിയോ സാർ? വേറെ ആരോടും പറയരുത്. എനിക്ക് ഈ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്നൊരു കോൾ വന്നു. എന്തിന്? എന്തിനെന്നാ? ആരാണെന്ന് അറിയണ്ട, എങ്കിലും എന്തിനാണെന്നറിയോ? ആരാ? ആര്? നമ്മളെ ട്രംപില്ലേ, പുള്ളിയുടെ ഓഫീസിൽ. ചിരിക്കണ്ട, എന്താണ് കാര്യം എന്ന് പറഞ്ഞാലേ സാറ് വരെ നെടുങ്ങും. എന്നെ വിളിച്ചിട്ട് പറയില്ലേ, മിസ്റ്റർ പപ്പൻ, നിങ്ങളെ കണ്ടുപിടുത്തം ഏതുവരായി? അതിനൊരു ഡീറ്റെയിൽ സാധനങ്ങളൊക്കെ വേണം. സംഭവം എന്താണെന്ന് മനസ്സിലായ? മറ്റവനായിട്ട് ഇപ്പോൾ ഉടക്കല്ലേ? ആര്? മസ്കുമായിട്ട് ട്രംപ് ഉടക്കല്ലേ? അപ്പോൾ മസ്കിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിയിട്ട് എന്നെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള പരിപാടിയാണ്. മനസ്സിലായി. അതെ എടോ, എൻ്റെ ആ ടീഷർട്ട് താൻ തിരിച്ചു തരണം. എന്തോന്ന് സാറേ ഇവിടെ ആനക്കാര്യം പറഞ്ഞോണ്ട് ഇടയിലിടയ്ക്ക് ടീഷർട്ട്? യാത് ടീഷർട്ട്? താൻ കുടിക്കാൻ വന്നപ്പോൾ എടുത്തുകൊണ്ടായില്ലേ? അതെ അതെ അതെ, അവള് ഓൺലൈനിൽ കുറേ തപ്പിപ്പിടിച്ച് എനിക്ക് വാങ്ങി തന്നാ. അതിൽ എന്നെ കാണുമ്പോഴേ അവൾക്കൊരു പ്രത്യേക മൂടാ. എന്തായാലും ഞാനാറ്റിന് സാറിന്റെ ഭാര്യയുടെ മൂഡ് കളയുന്നില്ല. എടോ, അതിട്ടിട്ട് വേണം എനിക്ക് അവളെ പിക്ക് ചെയ്യാൻ പോവാൻ എയർപോർട്ടിൽ. ആ, ഈ പപ്പന്റെ കയ്യിൽ എല്ലാം സുരക്ഷിതത്വമായിരിക്കും. നമുക്ക് കിട്ടാലോ സാർ? ഇന്നിങ്ങനെ നടക്കൂ. ചെല്ല് പോയി മുട്ട എടുത്തിട്ടോ. ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളല്ലോ. തൽക്കാലം ഇപ്പൊ തുറന്നു കൊടുക്ക്. നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പോലും ഇല്ല. ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം വാങ്ങിക്കാം. നല്ല വലിയ സാധനങ്ങളാണെങ്കിൽ അടുത്ത മാസം സാലറി തരട്ടെ. ഈ പൊട്ട ഫോൺ തന്നപോലെ നിന്നെ സാലറിയിൽ അവര് പറ്റിക്കും. ആ, അങ്ങനെ അവർ പറ്റിക്കാൻ നിന്നാ ഞാൻ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇതെടുത്ത് ഈ തീപ്പെട്ടിക്കൂട് കൊണ്ടുപോയി വിറ്റ എന്ത് കിട്ടാനാ? അതെവിടെ പോയി? ആര്? അതെ, ഞാൻ ആ ഫ്രിഡ്ജിനകത്ത് ഒരു കോഴിമുട്ട വച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കാണാനില്ല. അത് ഞങ്ങൾ എടുത്തായിരുന്നു. എന്തിന്? മാഗിയില് മുട്ട ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പപ്പയ്ക്ക് അറിഞ്ഞൂടെ? നിങ്ങളെ മാഗിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് എന്റെ മുട്ട എടുത്തിടുന്നത്? അതിനകത്ത് ആകെ ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അതെ, അതാണ് ഞാനും പറഞ്ഞത്. ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അതെന്റെ പ്രോട്ടീനാണ്. അത് കഴിക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും ദൂരം ഓടിയിട്ട് വന്നത് ആ പ്രോട്ടീൻ എടുത്ത് കഴിക്കാൻ. ഒരു മുട്ടേന്നൊക്കെ എന്ത് പ്രോട്ടീൻ കിട്ടാൻ എന്റെ പപ്പ? എനിക്ക് ഒരു മുട്ടയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ മതി. എന്റെ മുട്ട താമരയായിരിക്കും. പപ്പാ, മാഗി തരാം. എനിക്ക് മാഗി ഇഷ്ടമല്ല. എനിക്ക് എന്റെ മുട്ട വേണം. പപ്പയ്ക്ക് മുട്ട തന്നെ വേണമെങ്കിൽ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് വൈകുന്നേരം ആകുമ്പോൾ നീ മുട്ട ഇടുവോ? ഏയ്, അങ്ങനെയല്ല. ഞങ്ങൾ വൈകുന്നേരം കടയിൽ പോകുന്നുണ്ട്. അപ്പൊ പപ്പയ്ക്ക് മുട്ട വാങ്ങിത്തരാം. ഇതൊക്കെ വലിയ കഷ്ടമാണ് കേട്ടാ. ഒരു മുട്ട ഒരു സാധനം വാങ്ങിച്ച് വയ്ക്കില്ല, എന്നിട്ട് ഞാൻ വാങ്ങിച്ചു വെക്കുന്ന സാധനം മൊത്തം എടുത്ത് തിന്നുകയും ചെയ്യും. ആ മുട്ട തോടവിടെ എന്നാ ഇതെടുത്ത് കൊടുക്ക്. ഞാനൊരു കാര്യം പറയാം. മര്യാദക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചോളണം. എപ്പോഴും എന്നെ ഓസാ നിക്കല്ലേ. ശരി. ശരിക്കും പപ്പന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പോഴാണോ തോന്നിയത് നിനക്ക്? അപ്പൊ ശരിക്കും ഉണ്ടല്ലേ? ഉപദ്രവമൊന്നുമില്ല. അയ്യോ, പപ്പയുടെ സൗണ്ട് അല്ലേ കേട്ടത്? വീണോ? എന്തൊരു പറ്റിയാ? ഇവിടെ ആരും വീണും കിടന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞോ, ആരാണ് ഈ പരിപാടി ചെയ്തത്? എന്ത് പരിപാടി ചെയ്തത്? ഓ, എല്ലാം ചെയ്തിട്ട് ഒന്നും അറിവിടാതെ നിൽക്കാണ്. കാര്യം പറയാം പപ്പ. ഈ ടീഷർട്ടിനെ ഇങ്ങനെ ആക്കിയത് ആരാണെന്ന് നോക്ക്. അയ്യോ, ഇത് പപ്പ, ഇത് ചെയ്താരെന്ന് പറയട്ടെ. പക്ഷെ നല്ല ഇടി കൊടുക്കണം. നീ കാര്യം പറയാൻ ഇടിക്കണ കൊല്ലം ഞാൻ തീരുമാനിക്കും. പാപ്പു, ഞാൻ കണ്ടതാണ് പപ്പ ഈ ടീഷർട്ടും കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ പോയിട്ടെ അവിടെ ക്ലീൻ ആക്കണത്. പാപ്പുവാ നീ ടീഷർട്ട് ക്ലീൻ ആക്കിയപ്പോ നിനക്കൊക്കെ പിടിച്ചു മാറ്റി വെച്ചൂടെ? അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൂടെ? ക്ലീൻ ചെയ്യാൻ വേറെ ഒരുപാട് തുണികളില്ലേ? ചെയ്തൂടെ? അത് പിന്നെ പെട്ടെന്ന് അത് ചെയ്തോണ്ടിരുന്നപ്പോ പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല പപ്പ.
അപ്പോ അവളെ ഇന്നത്തോടുകൂടി ഞാൻ ശരിയാകും. പാപ്പു! നീയാണ് ഈ പരിപാടി ചെയ്തത്? എന്ത് മനസ്സിലായില്ല? മനസ്സിലായില്ല? ഈ ടീഷർട്ട് ഇങ്ങനെ ആക്കിയത് നീയാണോന്നോ? അത് അത് പിന്നെ അവിടെ കളർ വീണപ്പോ ഞാൻ ഇതെടുത്ത് തുടച്ചു. കളർ വീണപ്പോ ഇതെടുത്ത് തുടച്ച? നീ ആരെടുത്ത് ചോദിച്ചു തുടച്ചത്? ആരെടുത്ത് ചോദിച്ചു? ആരോടും ചോദിച്ചില്ല, പെട്ടെന്ന് കയ്യിലിട്ടത് ഇതാ. എന്റെ കൈ പെട്ടെന്ന് കൈ കിട്ടുന്നത് ഇത് ആരുടെ ടീഷർട്ടാണെന്ന് അറിയാമോ? അപ്പുറത്തെ കൈമളിന്റെ ടീഷർട്ടാണ്. അയാളുടെ ആണോ? പിന്നെ പ്രശ്നമില്ല. ഞാൻ പോപ്സിന്റെ ആയിരിക്കും. ആർക്ക് പ്രശ്നമെന്ന് നീ വിചാരിച്ചാലോ? പ്രശ്നമില്ലെന്ന്. ഇത് അയാളുടെ ഭാര്യ അയാൾക്ക് ആഗ്രഹിച്ച് വാങ്ങിച്ചു കൊടുത്ത ടീഷർട്ടാണെന്നും ഇത് കാണുമ്പോഴാണ് അവർക്കൊന്നുമില്ല. എന്നാൽ അവർക്ക് എന്താ ബോബ്സ്? അവർക്ക് പറഞ്ഞുതരാം, വിശ്രമിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ടീഷർട്ട് എനിക്ക് നാളെ തന്നെ കിട്ടണം. ഞാൻ അയാളടുത്ത് വാക്ക് പറഞ്ഞതാണ് നാളെ രാവിലെ ഈ ടീഷർട്ട് അയാൾക്ക് കൊടുക്കാന്നുള്ളത്. ഒരു പട്ടാളക്കാരൻ്റെ വാക്ക് എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുമോ ഏത് ചെയ്യുമോ എനിക്കറിയേണ്ട ആവശ്യമില്ല. ഈ ടീഷർട്ട് നാളെ രാവിലെ എൻ്റെ കയ്യിൽ വരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഞോണ്ടാന്നും വേണ്ട, എല്ലാത്തിനെയും ചവിട്ടി ഞാൻ പുറത്താക്കും. ഇത് സത്യം സത്യം സത്യം. സത്യമായിട്ടും ഇത് അവളാണ് ചെയ്തത്. ഞാനാ? എടി കള്ളി, നീ അല്ലേ ഇത് എടുത്തോണ്ടോ അവിടെ തുടച്ചത്? അപ്പൊ എനിക്ക് ഇതിനെ പറ്റി അറിയത്ത പോലുമില്ല. ശരിക്കും അവളിത് ഇവളുടെ ഫ്രണ്ട് അല്ലേ? അപ്പൊ അവള് കാരണം ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ ഇവളല്ലേ കാരണം? അപ്പൊ ഞാനല്ലല്ലോ കാരണം. അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ മേക്കിട്ട് കയറി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചേ എന്റെ മനസ്സ് മാറൂല. നാളെ രാവിലെ എനിക്ക് ടീഷർട്ട് ഇടണം. കിട്ടിയില്ലെങ്കിൽ എല്ലാം കൂടെ കൂടും കുടുക്കുക എല്ലാം കെട്ടി വെച്ചോ. എല്ലാത്രയും ഞാൻ പറഞ്ഞേക്കും. ഇത് നിങ്ങളെയും കൂടെ ബാധിക്കണ കാര്യാ കേട്ടാ. ഹലോ, ഞങ്ങൾ എങ്ങനെ ബാധിക്കണം? ഇത് നിന്നെ മാത്രമേ ബാധിക്കണുള്ളൂ. വാങ്ങിച്ചു കൊടുക്കാൻ നോക്കിക്കോ. നിങ്ങൾ കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇത് മര്യാദയ്ക്ക് ആക്കിയില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇറങ്ങേണ്ടി വരും. മര്യാദയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് എന്തൊരു കഷ്ടമാണ്. എന്തൊരു കഷ്ടം തന്നെയാണ് ഞാനും പറയുന്നത്. വേഗം ഒരു വഴി പറ, എന്താ ചെയ്യാ? ഇങ്ങനത്തെ തന്നെ ഇപ്പൊ എവിടെ പോയി വാങ്ങിക്കാനാ? ഓൺലൈനിൽ നോക്കിയാ ചിലപ്പോ കിട്ടുമായിരിക്കും. ഇതുപോലത്തെ തന്നെ കിട്ടുമോ? ചിലപ്പോ. അത് മാത്രല്ല, നാളെ തന്നെ കിട്ടും. ഫാസ്റ്റ് ഡെലിവറി കൊടുത്താ ചിലപ്പോ നാളെ തന്നെ കിട്ടും. പക്ഷെ കാശ് നല്ല കൂടുതലായിരിക്കും. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. സാരില്ല, എന്തായാലും വാങ്ങിച്ചല്ലേ പറ്റൂ. വാ നോക്കാം. ഓഹോ, ഇവിടെ സുഖാച്ച് കിടന്ന് ഉറങ്ങാണ്. അതെ, എഴുതേക്ക്. ടീഷർട്ട് പോരും. ടീഷർട്ട് പോരും. വരും. എപ്പോ വരും? വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വരണം, സമയത്തിന് വരണം. എന്റെ പപ്പ സാധനം വന്നോളും. ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ. എപ്പോ വരും? ഓർഡർ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സമയത്തിന് സാധനം ഇവിടെ എത്തണം. നേരെ ഒന്ന് മര്യാദക്ക് വിളിക്കട്ടെ, അവര് ഓഫീസ് തുറക്കട്ടെ, എന്നിട്ട് വരും. വരണം. വരും. വന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടും കുടുക്ക എല്ലായിടത്തോണ്ട് റെഡി ആയിരുന്നോളാം. പോവാൻ റെഡി ആയിരുന്നോളാം. പപ്പന്റെ വാക്കാണ്. പപ്പന് വാക്ക് ഒന്നേ ഉള്ളൂ, അത് പാലിക്കണം. പപ്പ ഒരു പട്ടാളക്കാരനാണ്. വരണം, അല്ലെങ്കിൽ വരും. ജിയ, സാധനം വരില്ലേ? എവിടെ പോണം? എവിടെ പോണെന്ന്? കറങ്ങാൻ. എന്നാ ഇപ്പൊ കറങ്ങണ്ട. ഞാൻ കറങ്ങണ്ടേ? കറങ്ങണ്ട. എന്റെ ടീഷർട്ട് വന്നതിന് ശേഷം കറങ്ങിയാ മതി. അതൊക്കെ വന്നോളും ബോബ്സ്. വന്നതിന് ശേഷം ഞാൻ കറക്കാം. ഇവിടെ നിന്ന് ഒരൊറ്റാണ് വെളി പോരുത്. സാധനം വരട്ടെ ആദ്യം. ഹലോ മിസ്റ്റർ പപ്പൻ, ഇന്ന് മോർണിംഗ് വാക്കിന് കണ്ടില്ലല്ലോ. എനിക്ക് ജലദോഷമായിരുന്നു, അതാണ് ഞാൻ വരാത്തത്. പിന്നെ അത്
അറിയാം, ടീഷർട്ടിൻ്റെ കാര്യമല്ലേ, അത് ഉടനെ ശരിയാവും. ഞാൻ തരും. പപ്പനെ വാക്ക് വന്നോളൂ. ജവാനാണ്, ജവാൻ. അത് എനിക്കറിയാടോ. ഇത് അതല്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സയൻറ്റിസ്റ്റാ. അയാളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ തനിക്ക് ഹെൽപ്പാവുമല്ലോ. അതെ അതെ. പോയിട്ട് ഇറക്കാം. ആണോ? ആശ്വാസമായി. മിസ്റ്റർ കൈമൾ, ഞാനിനി താങ്കളടുത്തൊരു സത്യം പറയട്ടെ. പറയൂ. ഞാൻ രാവിലെ നടക്കാൻ വരാതിരുന്നതേ എനിക്ക് ജലദോഷമായത് കൊണ്ടല്ല. പിന്നെ അത് താങ്കളുടെ ഭാര്യ വാങ്ങി തന്നില്ല, മൂട് വരുന്ന ടീഷർട്ട്. ആ ടീഷർട്ട് എൻ്റെ പിള്ളേരുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയി. അപ്പൊ അത് താങ്കളുടെ പറയാൻ മടിച്ചിട്ടാണ് ഞാൻ എന്താണ് എനിക്ക് ജലദോഷമാണെന്ന് പറഞ്ഞത്. താനത് നശിപ്പിച്ചല്ലേ? ഇല്ല ഇല്ല, വിഷമിക്കണ്ട. അതുപോലത്തെ ഒരു ടീഷർട്ട് എൻ്റെ പിള്ളേർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും, അതിനാണ് വെയിറ്റിംഗ്. ആ, അതാണെന്ന് തോന്നുന്നു. അതന്നെ. ആരാ ജിയ? ഞാനാ ജിയ. ഡെലിവറി ഉണ്ട്, ഇതൊന്ന് സൈൻ ചെയ്യാം. ശരി കേട്ടോ, താങ്ക് യു. വെൽക്കം. ഇതാ പപ്പ ടീഷർട്ട്. കണ്ടോ, പപ്പ ഒരു വാക്ക് പറഞ്ഞ് അത് ചെയ്തിരിക്കും. താങ്ക്സ് ഓൾജർ. ഞാനിതും ഇട്ടുകൊണ്ട് അവളെ പിക്ക് ചെയ്യാൻ പോവാറ്. ഇനി ധൈര്യമായിട്ട് പറ്റോ, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ഭാര്യയുടെ മുമ്പ് പോയി നിൽക്കേ. സമാധാനം. എന്തോ നാടേ, എന്റെ ടീഷർട്ട് എവിടെ? നമ്മളാ ടീഷർട്ട് തന്നെയല്ലേ ഓർഡർ ചെയ്തേ? എനിക്കറിയില്ല പപ്പ. കമ്പനി തേച്ചതാവോ? മിസ്റ്റർ കൈമൾ, താങ്കളുടെ ഭാര്യയ്ക്ക് മൂട് വരാൻ പറ്റിയത് ടീഷർട്ടിനെക്കാട്ടിലും ഈ നിക്കറല്ലേ? അതെ. Shut it.